എല്ലാവരുടെ വേണ്ടിയാണ്. അല്ലാഹു അവിടുത്തെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ മഹല്ലത്തിന് നേതൃത്വം നൽകി 15 വർഷക്കാലം പ്രസിഡന്റായി നമ്മെ നയിച്ച പ്രിയപ്പെട്ട സീഞ്ച, അല്ലാഹുവെ അവിടുത്തെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. അതുപോലെ ഞങ്ങളിൽ നിന്ന് ഇവിടെ വളർന്നുപോയ റസാഖ് അടക്കമുള്ള എല്ലാവരുടെയും ഖബറിനെ വിശാലമാക്കണേ അല്ലാഹ്. അമീച്ച മരിച്ച ഉടനെ എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടായി. ടെൻഷൻ എന്താ? എല്ലാവരും ടെൻഷനായില്ലേ? ടെൻഷനായി എല്ലാവരും കരഞ്ഞു. റസാഖ് മരിച്ചപ്പോഴും അങ്ങനെ തന്നെ എല്ലാവരും കരഞ്ഞു. എന്തിനു വേണ്ടിയാ കരഞ്ഞത്? കുറെ ആളുകൾ കരഞ്ഞത് ഞാൻ അവിടുത്തെ പ്രിയപ്പെട്ട മക്കൾക്കായിരുന്നു അല്ലെ? കുറെ ആള് ചിന്തിച്ചത് ആ ചെറിയ മക്കളെ ആര് നോക്കും, ആ മക്കൾക്ക് എന്താണ് വഴി? പക്ഷെ മക്കളെ നോക്കാൻ അല്ലാഹു എന്തായാലും അതിനൊരു വഴി കണ്ടിട്ടുണ്ടാവും. നാം ചിന്തിക്കുന്നത് എവിടെയല്ല. ഈ മരിച്ചു പോകുന്ന അമീച്ച മരിച്ചു പോയപ്പോൾ അമീച്ചാനെ കുറിച്ച് പറയാൻ, റസാഖിച്ച മരിച്ചു പോയപ്പോൾ അവരെ കുറിച്ച് പറയാൻ പലതും ഉണ്ടായിരുന്നു. നമ്മൾ മരിച്ചാലോ? നമ്മൾ മരിച്ചാൽ ആദ്യം പറയുന്നത് എന്തായാലും ഓരോ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ബൈക്ക് എടുത്തിട്ടും ഓടിക്കൊണ്ടുണ്ടായി, ഏതായാലും പോയത് നല്ലതായി. അല്ലെങ്കിൽ ഒരു ആടെ പോകുന്ന കിട്ടാൻ ഇരുന്നൊറ്റം ഉണ്ടാക്കിയിട്ടില്ല, പള്ളിയുടെ ഭാഗത്തേക്ക് വന്നിട്ടില്ല. എന്നാൽ ഇപ്പോഴും അമീച്ചാനെ കുറിച്ച് പറയാനുള്ളത് എന്താ? സ്വലാത്തിന്റെ മജ്‌ലിസ് തുടങ്ങുമ്പോൾ നമുക്ക് അമീച്ച ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം ഇങ്ങനെ ആ ചാരിയിരിക്കുന്നത് ഇപ്പോഴും കാണുകയാണ്. അമീച്ചാനെ മാത്രമല്ല, എല്ലാ സ്വലാത്തിനും വരുന്ന ചില ആളുകളുണ്ട്. മൂസ ഹാജി അടക്കമുള്ളവർ അല്ലാഹു ജീവിച്ചിരിപ്പുള്ള മുഴുവൻ ആളുകൾക്കും ആരോഗ്യം നൽകുമാറാകട്ടെ. നമ്മള് മറ്റൊരു തിരക്കുമുണ്ടല്ല. പക്ഷേ ഒരു മനുഷ്യർക്ക് ഏറ്റവും വലിയ വയലല്ല, ഈ വയലൊന്നും കുറവുള്ള കാലല്ല. പിന്നെ ഒരു മനുഷ്യർക്ക് ഒരു മരണം എല്ലാ നിലക്കുമുള്ള വാഴാണ്. കാരണം 2 ആഴ്ച മുമ്പ് ഒരു വെള്ളിയാഴ്ച വന്ന് എല്ലാവരോടും സംസാരിച്ച് നമ്മുടെ കൈ പിടിച്ച് പലതും പറഞ്ഞു പോകുമ്പോ ഞാനന്ന് പലതും അമീച്ചാട് സംസാരിച്ചിരുന്നു. എന്നോട് ഇൻഷാ അല്ലാഹ് അടുത്ത വരുത്തിന് ഞാൻ ഉസ്താദിന് ഇഷ്ടപ്പെട്ട ചോളമൊക്കെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു പോയ അമീച്ചയാണ്. പക്ഷെ അത് അവിടുത്തെ അവസാനത്തെ വാക്കായിരുന്നു, അവസാനത്തെ യാത്രയായിരുന്നു. എവരിക്കലും ആ കൈ പിടിക്കാനില്ല, എവരിക്കലും ആ സംസാരം പരസ്പരം അങ്ങനെ സംസാരിക്കാനില്ല എന്ന് സാധുവായി എനിക്കടക്കം മറന്നിട്ടില്ല. എന്തിനേറെ അവിടുത്തെ പ്രിയപ്പെട്ട 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട മോൻ, ആ കുഞ്ഞുമോനോട് അവസാനം യാത്ര പറയുമ്പോ ഇത് എന്റെ അവസാനത്തെ യാത്രയാണ്, എന്റെ ജീവിതകാലത്ത് എന്റെ ഈ പെണ്ണുമോനെ കാണാനില്ല എന്ന് ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ വിചാരിച്ചിട്ടുണ്ടാകില്ല. അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ ഇത് എന്റെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അവസാനത്തെ യാത്രയാണ്, എന്റെ ഭർത്താവിനെ ആ വെയ്യത്തൊന്ന് കൊണ്ടുവച്ച് ഒരു സെക്കൻഡ് പോലും അല്ലെങ്കിൽ ഒരു മിനിറ്റ് നേരെ കാണാൻ പോലും എനിക്ക് കഴിയില്ല എന്ന് ആ പ്രിയപ്പെട്ട ഭാര്യ വിചാരിച്ചിട്ടുണ്ടാകില്ല. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഇന്ന് അദ്ദേഹം മരണപ്പെട്ടാൽ നാളെ നമ്മുടെ യാത്രയാണ്. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? സയ്യിദുനാ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ശുഹദാക്കൾ അവിടുത്തെ ശരീരത്തിന് റബ്ബിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് പറയും, റബ്ബേ എന്റെ ശരീരം ഞാൻ എന്റെ ദീനിന് വേണ്ടി സമർപ്പിച്ചു എന്നാകുന്നത്. എന്നാൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അമീച്ച എപ്പോഴത്തെ കൂട്ടുകാർ പറയും, റബ്ബേ നീ തന്ന സമ്പത്തിൽ നിന്ന് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതെന്ന് ആരും അറിയാതെ ഞാൻ പലർക്കും കൊടുത്തിട്ടുണ്ട്. അല്ലാഹു കബൂൽ ചെയ്യും മാറാകട്ടെ. ഞാൻ അത്ഭുതപ്പെടുകയാണ്. വ്യാഴാഴ്ച ഉച്ചക്കാണ് അമീച്ച മരിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ 8 മണിയാകുമ്പോ കേരളത്തിന്റെ ഏകദേശം മധ്യഭാഗത്തുള്ള മഞ്ചേരിയിൽ നിന്ന് 2 പ്രിയപ്പെട്ട ഉസ്താദുമാർ ആ വീട്ടിലേക്ക് എത്തി. എന്തിനു വേണ്ടി എത്തിയെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അത്ഭുതപ്പെടുകയാണ്. ആ അമീച്ചാന്റെ വീട്ടിൽ നിന്ന് ആ 2 ഉസ്താദുമാരും കരയാണ്. ആ ഉസ്താദുമാര് മാത്രമല്ല, അവിടെ കൂടി എല്ലാവരും കരഞ്ഞു. കാരണം എല്ലാ മാസവും അദ്ദേഹം ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് മുതാലിമീങ്ങളുടെ ഭക്ഷണത്തിലേക്ക് 1000 രൂപ എല്ലാ മാസവും എത്തിച്ചു തന്ന പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. ആ 2 ഉസ്താദുമാർ അമീച്ചാന്റെ വീട് കണ്ടിരുന്നില്ല. ഇതിനു മുമ്പ് അവർ മനസ്സിലാക്കിയത് അമീച്ച അത്യാവശ്യം സമ്പത്തുള്ള
വലിയൊരു സമ്പന്ന കുടുംബമാണ്. അതുകൊണ്ടാണ് എല്ലാ മാസവും സ്ഥാപനത്തിലേക്ക് ഇത് അയച്ചു തരുന്നത്. മാത്രമല്ല ഈ വരുന്ന അജ്മൂര് മൗലിദിന്റെ സദസ്സിലേക്ക് എത്രയോ ഇറച്ചി വാഗ്ദത്തം ചെയ്തിട്ടാണ് വന്നത്. അടുത്ത വർഷത്തെ ആ ഇറച്ചിയുടെ ക്യാഷ് കൊടുക്കാൻ ഉണ്ടാകൂല എന്ന് വീഴ്ച അറിഞ്ഞിട്ടില്ല. അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കും ഒത്തു ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വർഗ്ഗം നൽകണം.